ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 139 സങ്കീർത്തനത്തിൻ്റെ 14 സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ദൈവ സൃഷ്ടിയുടെ മനോഹാരിതയെ വർണ്ണിച്ചുകൊണ്ട് പാടുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെയും മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് യോബ് പറയുന്നത്. യോബിന്റെ പുസ്തകം 33:6. വയലിലെ ചെടികളൊന്നും മുളച്ചിരുന്നില്ല എന്ന് ഭൂമിയുടെ ഉൽപ്പത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അതിൽ തന്നെ യാതൊരു ശക്തിയും ഇല്ല എന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവശക്തിയാൽ മാത്രമാണ് ഭൂമി ഫലം കായ്ക്കുന്നത്. ഇതേപോലെ തന്നെ നിലത്തെ മണ്ണുകൊണ്ട് മെനയപ്പെട്ടവരായ നമ്മിൽ ദൈവശക്തിയും കൃപയും കൂടാതെ യാതൊരു സൽഫലവും പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നതാണ് വസ്തുത. അതുതന്നെയാണ് പൗലോസിന് പറയുവാനുള്ളത്. റോമാലേഖനം 7:14 ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് വീണ്ടും 21 മുതൽ അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു തുടങ്ങിയ വാക്യങ്ങളാണ് അവിടെ പൗലോസിന് ഉച്ചരിപ്പാനായിട്ട് ഉള്ളത്. എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ യാതൊരു നന്മയും ഇല്ല, പലപ്പോഴും ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഇത് തന്നെയാണ് ഏതൊരു മനുഷ്യനും പറയുവാനായിട്ട് ഉള്ളത്. നാം മണ്ണുകൊണ്ടുള്ളവർ ആകയാൽ നമുക്കൊന്നും പുകഴുവാനായിട്ട് ഇല്ല എന്നതാണ് പരമാർത്ഥം. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് എപ്പോഴും ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നാണ് ഫിലിപ്പിയ ലേഖനം 3:2 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് താഴ്ചയുള്ള ശരീരമാണ്. ഇത് രോഗത്തിനും മരണത്തിനും ഒക്കെ വിധിക്കപ്പെട്ട ശരീരമാണ്. കാരണം നാം ചിന്തിച്ചതുപോലെ ഇത് മണ്ണുകൊണ്ടുള്ളതായ ശരീരമാണ്. എന്നാൽ അതിൽ ദൈവത്തിന്റെ ആ ശക്തി പകർന്നിരിക്കുന്നതാണ് നമ്മെ ഏറ്റവും അത്ഭുത സൃഷ്ടിയാക്കി നിത്യതയുടെ ഓഹരിക്കാരാക്കി മാറ്റിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ വരും കാലങ്ങളിൽ നിർമ്മിത ബുദ്ധി കൊണ്ട് റോബോട്ടുകളെ ഉണ്ടാക്കി ആദി മനുഷ്യരെ ഉണ്ടാക്കി പലതും പ്രവർത്തിപ്പിക്കുവാനായിട്ട് ശാസ്ത്രം തുനിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ ആത്മീക ശക്തി ഇല്ലാത്തതൊന്നും അത് ദൈവീകമല്ല, മറിച്ച് അതിന്മേലെല്ലാം പാപത്തിന്റെ തിന്മ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയുകയാണ്. ഇവിടെ പൗലോസ് പോലും പറയുകയാണ്, താന് ഇച്ഛിക്കാത്ത തിന്മ പലപ്പോഴും ചെയ്യുന്ന പാപത്തിന്റെ ഒരു പ്രമാണം ശരീരത്തിലുണ്ട് എന്ന് താൻ അറിയുന്നു. എങ്കിലും പൗലോസ് അതിനെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിക്കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി ഓടുവാൻ ഇച്ഛിച്ച പൗലോസിനെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ശ്വാസം കാത്തു എന്ന് തനിക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടെ പറയത്തക്ക വിധത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി ഓടിയ പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്.
പ്രിയമുള്ളവരെ, അതെ, ആ ദൈവിക ശക്തിയെ ഏറ്റെടുത്തുകൊണ്ട് ദൈവശക്തിയാൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യജീവനേകാൻ അപ്പമായി ഭൂമി എത്തിയിടും ദിവ്യ സ്നേഹമേ, അത്യുന്നതനാകും നിന്നാഗമനം പ്രത്യാശയോടെ കാത്തിരിക്കൂ. നിത്യജീവനേകാൻ അപ്പമായി ഭൂമി എത്തിയിടും ദിവ്യ സ്നേഹമേ, അത്യുന്നതനാകും നിന്നാഗമനം പ്രത്യാശയോടെ കാത്തിരിക്കൂ. യേശുവേ, നിന്റെ ഹൃദയത്തിൻ രാജാവേ, എഴുന്നള്ളി വരണേ ദൈവപുത്ര, എന്റെ ഹൃദയത്തിനുള്ളിൽ അങ്ങേയ്ക്കായി സക്രാരി ഞാനൊരുക്കിയിടാം. എന്റെ ഹൃദയത്തിനുള്ളിൽ അങ്ങേയ്ക്കായി സക്രാരി ഞാനൊരുക്കിയിടാം. അതിൽ നീയണയും പിന്നെ എൻ ഹൃദയം ഒരു സ്വർഗീയ സുന്ദര